ഉണ്ട് മുകേഷ്. ഇതുപോലൊരു നാറിയ ഭരണം, കൊല്ലം നാട് കണ്ടിട്ടില്ല, കൊല്ലം നാട് കണ്ടിട്ടില്ല. ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു അഴിമതി ഭരണം, നാറി ഭരണാറി ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു അഴിമതി ഭരണം ജനത കണ്ടിട്ടില്ലേ? ഇത് നാണക്കേട്. ബഹുമാനായ സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, മുകേഷ് MLA-ക്കെതിരെ ഏറ്റവും കുറ്റകരമായ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഗത്യന്തരമില്ലാതെയാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്ക് മാന്യതയുണ്ടെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഈ നിമിഷം രാജിവെക്കേണ്ടതായിരുന്നു. ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് കൊല്ലത്ത് സൂചിപ്പിച്ചതുപോലെ മുകേഷിന്റെ രാജി വരെ BJPയും യുവമോർച്ചയും മോർച്ചകളെല്ലാം ഈ പ്രക്ഷോഭണ പരിപാടികൾ, ഈ സമര പരിപാടികൾ കൊല്ലത്ത് തുടരുക തന്നെ ചെയ്യും. ഇവിടെ ഒരാൾ മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് ചേർന്നതാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിന് മാതൃകയാകേണ്ട ഇത്തരം ജനപ്രതിനിധികൾ ഈ സംസ്ഥാനത്തിന് അപമാനകരമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അസാന്മാർഗിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദു മുകേഷാണ്. അതുകൊണ്ടാണ് മുകേഷ് രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നത്, യുവമോർച്ച ആവശ്യപ്പെടുന്നത്. മുകേഷിന് 10 വർഷത്തിനപ്പുറം ഇവിടുത്തെ കൊല്ലത്തെ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ തന്നെ
പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ PK ഗുരുദാസനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ മുകേഷിനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ തന്നെ പാർട്ടിയിലെ ഉന്നതന്മാരായ നേതാക്കന്മാർ CPM-നകത്ത് പറഞ്ഞിരുന്നു, ഇത്രമാത്രം അസാൻമാർഗിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്ക് നിയമസഭാ സീറ്റ് കൊടുക്കുന്നത് പാർട്ടിക്ക് അപജയമുണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മുകേഷിന്റെ സ്പോൺസർ ആരാണ്? ആ മുകേഷിന്റെ സ്പോൺസർ പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് അന്ന് കൊല്ലത്തെ സീറ്റിനു വേണ്ടി മുകേഷിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകേഷിന്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇന്ന് സിനിമാ ലോകത്ത് ആർട്ടിസ്റ്റുകൾ എന്താ ചർച്ച ചെയ്യുന്നത്? ആ സിനിമാ ലോകത്തെ ബന്ധപ്പെട്ട പ്രവർത്തകർ ആൺപെണ്ണുങ്ങൾക്ക് സിനിമാ ലോകത്ത് നിൽക്കുവാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന